പൂട്ടിയിട്ടിരിക്കായിരുന്നു. പിന്നെ പേടിച്ചു പോയി. എങ്ങനെയാ വീട്ടിൽ കയറി ചെല്ലുന്നത്? കൂടെ വരാൻ പറഞ്ഞില്ലായിരുന്നു ഞങ്ങള് പൊക്കോളാം. മണി ഇതെല്ലാം അടിച്ച പറയാ എത്തു അമ്മ. മായാവതിയും കുടുംബവും കവിയൂർ പൊന്നമ്മയെ കാണാൻ വന്നതെങ്ങനെ? കവിയൂർ പൊന്നമ്മ അവരോട് വെളിപ്പെടുത്തിയ രഹസ്യം എന്തായിരുന്നു? രാത്രി പല്ലുവേന എന്ന് പറഞ്ഞ അടുത്തങ്ങനെ വന്നാണ്ടല്ലോ ചുറ്റി കിടത്ത് ഞാൻ പല്ലടിച്ച് താഴെ അയ്യടി കപ്പലിന്റെ പല്ലുവേന വരുന്നത് ആരൊന്നും പറയുന്നു. പേപ്പർ ഉണ്ടായിരുന്നു അമ്മ? ഞാനങ്ങ് പേപ്പറൊന്നും കണ്ടില്ല. ഇവിടെ ഇരുന്നല്ലേ? ഇവിടെ ഇരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടോ? നീ പറഞ്ഞിട്ട് അടുത്ത് വേണോ? എന്താ മനോലി പേപ്പർ കണ്ടോ? പേപ്പറോ? ഇത്തരം ദുശീലങ്ങളൊന്നും എനിക്കില്ലെന്ന കാര്യം മോനോലിക്ക് അറിഞ്ഞുകൂടായോ? പണിക്കല്ലേ മര്യാദയ്ക്ക് പറ. പേപ്പർ കണ്ട് ഇവിടെ ഇരിക്കുവായിരുന്നു. സത്യമോ മനോലി പറഞ്ഞത്? ഇപ്പൊ ഞാൻ പേപ്പർ വായിക്കാറേ ഇല്ല. പേപ്പർ തുറന്നു നോക്കി കഴിഞ്ഞാൽ പൂട്ടിയ വാറുകൾ തുറക്കാൻ പോകുന്നു, തുറന്ന വാറുകൾ പൂട്ടാൻ പോകുന്നു എന്നൊക്കെ വാർത്തകളില്ലയോ? എനിക്ക് ആ വാർത്ത വായിക്കുമ്പോൾ വെള്ളം അടിക്കാൻ തോന്നുന്നു. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്ത് പറ്റി മനോലി? TV ഓൺ ആവുന്നില്ല. അയ്യോ കഷ്ടം. പത്രവും കാണുന്നില്ല, TV ഓൺ ആവുന്നില്ല. ഈ TV ഓൺ ആവത്തില്ലടാ, കംപ്ലൈന്റാ. ഞാനും കുറെ നോക്കിയതാ. ഇനിയിപ്പോ ഈ ഓണത്തിന്റെ തിരക്കൊക്കെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് നന്നാക്കാം. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ഓണത്തിന് മുമ്പ് TV നന്നാക്കണം. ഓണത്തിന് നല്ല നല്ല വിശേഷ പരിപാടികളുണ്ട്. മാത്രമല്ല പുതിയ പുതിയ സിനിമയാ, എനിക്കത് കാണണം. ഓണത്തിന് മുമ്പ് എന്തായാലും ഇതിപ്പോ നന്നാക്കാൻ ഒക്കത്തില്ല. പറ്റത്തില്ല? ഇല്ല. മര്യാദയ്ക്ക് ഓണത്തിന് മുമ്പ് നന്നാക്കി കഴിയില്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോകും. പറഞ്ഞു നിന്റെ വീട്ടിൽ അങ്ങോട്ട് ഇല്ല, അവിടെ 4 TV കെട്ടി തൂക്കി ഇട്ടിരിക്കുക. ഓടി അവിടുന്ന്. അമ്മേ, എനിക്ക് അവളില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഇവിടെ വല്ല കല്ല് വല്ലം കിടത്തിരുന്ന ഞാൻ ഇവന്റെ തലയിൽ നിറച്ച് പൊടിച്ചെണ്ണയായിരുന്നു. കൊഞ്ഞാണൻ എന്ത് പാടാ ഇത്? എടാ അവൾ എങ്ങും പോകത്തില്ല. ഓണം കഴിയുമ്പോൾ ഞാൻ ഈ TV ശരിയാക്കും. അതുവരെ ഇതിങ്ങനെ കിടക്കും. അമ്മ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടല്ലോ. മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഇനി വന്നേ, ഒന്ന് താഴെ ഇരി, അല്ലേ മേലെ ഇരി. അവളോട് പറയത്തില്ലെന്ന് സത്യം ചെയ്ത ഞാനൊരു കാര്യം പറയാം നിന്നോട്. അമ്മയാണ് സത്യം, ഞാൻ പറയത്തില്ല. പറയത്തില്ലല്ലോ? അപ്പോഴേ ഈ TV കേടാക്കിയത് ഞാൻ. അതിൻ്റെ ഒരു സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. പറയരുത്, ഒള്ളി ഞാൻ പറഞ്ഞ പത്രം ഞാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. എന്തിനാണെന്നറിയാവോ? ഈ TV-ക്കകത്തും പത്രത്തിനകത്തും ഒക്കെ ഓണക്കാലമല്ലയോ, TV, ഫ്രിഡ്ജ്, മിക്സി എന്ന് വേണ്ട ഇങ്ങനെ ചെവിത്തോണ്ടിക്ക് വരേക്ക് ഓഫർ കൊടുക്കുന്ന കാലമാണ്. അതിനെപ്പറ്റിയുള്ള പരസ്യമാണ് TV-ക്കകത്ത് മൊത്തം. അത് കണ്ടാൽ മതി ഇവിടെ മോഹനവല്ലിക്ക് ഹാലിളകാൻ. കരഞ്ഞു വിളിച്ച് അവൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെന്ന് പറയും, അവൾ വാങ്ങിക്കുകയും ചെയ്യും. പിന്നെ അതിൻ്റെ പേരിൽ ഇവിടെ ഒരു അടിപിടി നടക്കും, ഞാനും അവളുമായിട്ട്. എന്തിനാ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. ഇങ്ങനെ ഒരു ബുദ്ധി, അത് ഈ പ്രായത്തില്. ഏത് പ്രായത്തില്? അല്ല, ഈ ചെറുപ്രായത്തില് ഉണ്ടായ അമ്മ ചില്ലറക്കാരിയൊന്നും അല്ല. നീ ഇപ്പൊ വലിയ വർത്താനൊന്നും പറഞ്ഞോണ്ടിരിക്കാതെ ഈ തോട് മുഴുവനും അങ്ങോട്ട് കളഞ്ഞേച്ച് കുറച്ച് കപ്പലിൻ്റെ എടുത്തോ. അയ്യോ, കപ്പലിൻ്റെ എടുക്കാൻ പോയവരെ എൻ്റെ അരിക്കലത്ത് കൈയിടുവോ? എടാ ഞാൻ എടുത്തോളാം. വിളഞ്ഞ പുള്ളികളാ രണ്ടും. പാവം മമ്മി. നമുക്കിത് മമ്മിയോട് പറഞ്ഞാലോ? ഇതിന്റെ പേരിൽ ഓണം കൊളാവോ? അല്ലെങ്കിൽ തന്നെ ഏതോ ഓണമാടി കൊളവാകാതിരുന്നിട്ടുള്ളത്. മമ്മി, മമ്മിക്കെതിരെ ഇവിടെ ഗൂഢമായ നീക്കം നടക്കുന്നുണ്ട്. ഞങ്ങളത് കണ്ടുപിടിച്ചു.
മമ്മി ടിവിയിലും പത്രത്തിലും ഒക്കെ പരസ്യം കണ്ടിട്ടേ മമ്മി പുതിയ ടിവിയും ഫ്രിഡ്ജും മിക്സിയും ഒക്കെ മേടിക്കുന്നു കരുതിയിട്ടേ അച്ഛമ്മയെ പത്രം എടുത്ത് ഒളിപ്പിച്ചു വെച്ചതും അതുപോലെ തന്നെ ടിവി കേടാക്കി കളഞ്ഞതും. മക്കളെ കുറച്ച് കരിങ്കല്ല് കിട്ടുമോ? എന്തിനാ? അച്ഛമ്മ എറിയാനാണോ? എന്തിനാന്നൊക്കെ എടുത്തോണ്ട് വന്നിട്ട് പറയാം. ചെല്ലേ, ഞാൻ അടുക്കളയിൽ കാണാം. പുറവശത്തൂടെ എത്ര നേരം ഇതിനൊക്കെ എന്താ ഡിമാൻഡ്? എന്ത് ഡിമാൻഡ്? റോഡിലെ കുഴിന്ന് പെറുക്കിക്കൊണ്ട് വരുവാ. അല്ല മമ്മി, ഇതൊക്കെ എന്തിനാ? നോക്കിക്കോടാ മക്കളെ. ചെറിയ കളിയട വലുതിട്ടാൽ ഇതിനെ പറയേല. ഇത് പിടിച്ചേ. വേണേ അച്ചേടി ഒന്ന് ഒത്തിക്കോ. ഇനി പുതിയത് വാങ്ങണം, അതും ഓഫറിൽ. എന്നോടാ കളി. എങ്ങനെയുണ്ട്? മമ്മിയുടെ ബുദ്ധി അപാരം തന്നെ. കേറി വാ. കൈ കാണിക്കും. നിന്റെ കൈ കാണിക്കടി. കളയണേ. ആ, വെളിക്കൊണ്ട് കളാം. അല്ല എന്തോ മോനെ വലിയ ഒരു മിക്സി കരയുന്ന ശബ്ദം കേട്ടത്. മിക്സി കേടായി. ഇത്ര വേഗം മിക്സി കേടാവോ? ഇത്ര വേഗം കേടാവാനായിട്ട് സമയവും ഇതൊന്നുമില്ല. പുതിയതല്ലേ അത്? അല്ല, പഴയതാ. പുതിയതോ? എപ്പൊ പുതിയത് വാങ്ങിച്ചത്? ഞാൻ വന്നപ്പോഴേ കണ്ടുള്ള മിക്സിയാ. ഇനി പുതിയത് മേടിച്ചാലേ പറ്റത്തുള്ളൂ. എന്റെ പിള്ളേർക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോഴേ കേടായത്. സാരമല്ല മക്കളെ, അച്ഛമ്മ പുതിയ മിക്സി മേടിച്ചിട്ട് മമ്മി ജ്യൂസ് അടിച്ചു തരാം. പുതിയ മിക്സിയോ? നിന്റെ വീട്ടിൽ നിന്ന് കാശുള്ളത് മേടിക്കോ? എന്റെ വീട്ടിൽ നിന്ന് കാശ് കൊണ്ടിട്ട് ഞാൻ എന്റെ വീട്ടിൽ മേടിച്ചു വെച്ചോളാം. അതെ, പുതിയ മിക്സി മേടിച്ചില്ലെങ്കിൽ ഇവിടെ അല്ലേ ഓണം ആഘോഷിക്കുന്നത്. എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കണം, സദ്യയൊക്കെ ഉണ്ടാക്കണ്ടേ. സദ്യ അതിനകത്തിട്ടാണോ ഉണ്ടാക്കുന്നത്? പിന്നെ അരക്കണ്ടേ? അമ്മ അരക്കോ? അരിയല്ലേ? ഞാൻ അരക്കത്തില്ല. എന്റെ ദൈവമേ, കാശ് പോകുന്ന ഓരോരോ വഴികളെ. അല്ല മോനോലി, ഇത് എക്സ്ചേഞ്ച് ചെയ്താ പോരെ? അല്ല, ഈ എക്സ്ചേഞ്ച് ഒക്കെ ഭയങ്കര തട്ടിപ്പാ. പുതിയത് തന്നെ മേടിക്കണം. മക്കളെ വിഷമിക്കണ്ട കേട്ടോ. പുതിയ മിക്സി മേടിക്കാനേ അച്ഛൻ ഇപ്പൊ കാശ് തരും. അമ്മ കാശ് ആലമാരിക്കകത്തും കണ്ടുണ്ട്, എടുത്തോണ്ട് പോ. എത്ര രൂപ ഉണ്ട്? അതൊരു 3000 രൂപ വേണം. അയ്യോ, അത് പറ്റത്തില്ല. 5000 രൂപ വേണം. അയ്യ, 3000 രൂപയുടെ മിക്സി മേടിച്ചാൽ മതി. എന്തായാലും ചീത്തയാക്കാനില്ലേ അമ്മയും മക്കൾക്കും. മുടിഞ്ഞത് നിങ്ങള് 3000 3000 5000ന്റെ നല്ല ഓഫറിൽ 3000 രൂപയ്ക്ക് കിട്ടുമായിരിക്കും. കിട്ടും കിട്ടും കിട്ടും. അമ്മ ടി വി കേടാക്കിയും പത്രം ഒളിപ്പിച്ചു വെച്ചതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? എല്ലാം ചീറ്റി പോയില്ലയോ? എന്നാ ഇനി പോയി ടി വി ഒന്ന് ഓണാക്ക്, പത്രം എടുത്ത് വെളി വെക്ക്. സൗകര്യമില്ല. നിങ്ങൾ ഈ ചെയ്തതൊക്കെ ഞങ്ങൾ വഴി മമ്മി അറിഞ്ഞായിരുന്നു. ഞങ്ങള് പറഞ്ഞു. മമ്മി മിക്സിയിലെ കരിങ്കല്ലിട്ട് അരച്ചാ മിക്സി കേടാക്കിയേ. പുതിയ ഒരെണ്ണം വാങ്ങിക്കാൻ വേണ്ടിട്ടേ. അമ്പടി ഭയങ്കരി വഞ്ചകി. നിന്നെ ഞാൻ ഇന്ന് കാണിച്ചു തരാം. നിന്റെ കളി എന്റെ അടുത്തോ? ആഹാ, ഇനി ഇവിടെ കിടന്ന് അലറിക്കൊണ്ട് ഒരു കാര്യമില്ല. അവള് പോയി മിക്സി വാങ്ങിക്കാൻ. അമ്മേ, അർജുനേട്ടാ, ഒന്ന് വേഗം വന്നേ. ദേ, മിക്സി. മക്കളെല്ലാം പറഞ്ഞല്ലേ? മോനോലി, ഇത്രയും പ്രതീക്ഷിച്ചില്ല. എൻ്റെ അമ്മ വിഷമിക്കണ്ട. ഞെട്ട് നോക്കി, ഞെട്ട് നോക്കാൻ. ഈ മിക്സി വാങ്ങിച്ചെടുത്തുന്നേ ഒരു കൂപ്പൺ കിട്ടി. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് എൻ്റെ നറുക്കെടുപ്പ്. 1ാം സമ്മാനം കാറ്, 2ാം സമ്മാനം നമ്മുടെ സിനിമാ നടി കവിയൂർ പൊന്നമ്മയില്ലേ, അവരുമായിട്ടുള്ള ഓണം, 3ാം സമ്മാനം LED TV. കിട്ടുന്നവർക്കല്ലേ? നമുക്ക് കിട്ടുമെന്ന് അമ്മയുടെ പേരിലാണ് മേടിച്ചേക്കുന്നത്. അതുകൊണ്ട് അടിക്കും. കൂപ്പ നീ എടുത്തോ. എനിക്ക് എന്റെ കാശ് നീ അടി. എന്റെ കാശെല്ലാം കൊണ്ടുപോയി നശിപ്പിച്ചും വെച്ച. ഈ കൂപ്പൺ മിക്സിയുടെ ഓണർ തന്നെ കയ്യിൽ വെച്ചോളൂ. എനിക്ക് എന്ന് 3000 രൂപ തിരിച്ചു തരാൻ പറ്റുന്നോ അന്ന് ഞാൻ തിരിച്ചു വരുള്ളൂ. ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാം. ദാ ഫോൺ, എൻ്റെ ഫോൺ. ഹലോ, ആ അതെ, മായാവതി അമ്മ. ആ, ശരി ശരി.
വരാം വരാം. താങ്ക് യു. സെക്കൻഡ് പ്രൈസ്. പൊന്നമ്മ ചേച്ചിയുടെ വീട്. സിനിമ കാണുന്ന പോലെ തന്നെയുണ്ടല്ലേ? അതെ 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 അതെ. വരൂ, അകത്തേക്ക് വരൂ. എനിക്കാ കൂപ്പൺ അടിച്ചത്. ഞാൻ മിക്സി വാങ്ങിച്ചത് കൊണ്ട് ആ ചേച്ചിയുടെ കൂടെ ഓണം ഉണ്ണാൻ പറ്റിയത്. ആര് മിക്സി വാങ്ങിച്ചു? ഞാൻ മിക്സി വെച്ചിപ്പോഴൊന്നും പറയേണ്ട ആവശ്യമില്ല. നിക്കല്ലേ. ചേച്ചിയുടെ സിനിമയൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. ആ കിരീടം കണ്ടിട്ട് അമ്മ പൊട്ടി പൊട്ടി കരയുമായിരുന്നു. അമ്മ ഈ കണ്ണീർ പൂവിന്റെ കവിളിൽ ആ സിനിമ കിരീട സിനിമ കണ്ടു. ഇതെന്റെ ഭാര്യ മോഹനവല്ലി. ഇത് അമ്മ മായാവതി അമ്മ. മക്കള് മീനാക്ഷി, കണ്ണൻ. എന്റെ കാര്യം കൂടെ എന്റെ ഇത് കമലാസനൻ. പിന്നെ എന്റെ പേര് അർജുനൻ. മഹാകവിയ. മഹാകവി. അപ്പോ കലാകുടുംബമാണല്ലേ? സന്തോഷം. പക്ഷെ എന്റെ ഈ കവിത ഇഷ്ടപ്പെടാത്ത ചിലരൊക്കെ ഉണ്ട്. അതാര്? അത് ഇവരൊക്കെ തന്നെ. അതൊന്നും സാരമില്ല, മോൻ എഴുതിക്കോ. ഞാനാ പ്രചോദനം. ഞാൻ വന്നപ്പോ മുതലേ ശ്രദ്ധിക്കുന്നു, മോനെ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യോ, എവിടെ കാണാനാ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. വാട്ടർ അതോറിറ്റിയില്ല ജോലി. 1.5 വർഷമായി ജോലിക്ക് പോയിട്ട് തന്നെ ചേച്ചി. പത്രത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്റെ ഫോട്ടോ വരാറുണ്ട്. അപ്പൊ കണ്ടു കാണും. ഞാൻ കണ്ടില്ലല്ലോ. പത്രത്തിലൊന്നും അല്ല, ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ സിനിമ കാണാനേ ടാക്കീസ് വരാറുണ്ട്. അപ്പൊ ഞാൻ ടാക്കീസ് ഇരിക്കുന്ന അമ്മ കണ്ടു കാണും. ഓ, മണ്ടനാണല്ലേ. വരൂ വരൂ, അകത്തേക്ക് വരൂ. ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ, ചോദിച്ചോളൂ. ഞാൻ ചേച്ചി ഒന്ന് തൊട്ടോട്ടെ? അയ്യോ, തൊട്ടോളൂ. അയ്യോ, എന്തിനാ കരയുന്നേ? എന്താ? ഞാൻ ആദ്യമായിട്ടൊരു സിനിമ നടിയെ തൊട്ടതാ. കെട്ടിപ്പിടിച്ചു. അയ്യോ അമ്മ, ഞാനും എന്നെ കൂടെ ഒന്ന് കെട്ടിപ്പിടിക്കോ? അമ്മ ഒരാളോട് മാത്രമായിട്ട് ഒന്നും ചെയ്യരുത്. 2 പേരോടും തുല്യത പാലിക്കണം. അല്ലെങ്കിൽ ഇതിന്റെ പേര് വീട്ടിൽ ചെന്ന് വഴക്കായിരിക്കും. ചേച്ചി, ഈ സിനിമയിലൊക്കെ അഭിനയിച്ചാലേ ഒത്തിരിയും കാശ് കിട്ടുമോ? അല്ലേ വലിയ വീടൊക്കെ കണ്ടോണ്ട് ചോദിച്ചതാ. ആ, കിട്ടും. കൊച്ചിലെ എന്നെ കണ്ടാൽ ഞാൻ ഭയങ്കര സുന്ദരിയായിരുന്നു. അപ്പോൾ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ അങ്ങ് ഭയങ്കര മോഹമായിരുന്നു. ആ സമയത്താണ് കല്യാണം നടന്നത്. പിന്നെ ആ ആഗ്രഹം അങ്ങ് വിട്ടു. അമ്മയുടെ ഹസ്ബൻഡ് വക്കീലായിരുന്നു. കൃഷ്ണൻ വക്കീലേ, അദ്ദേഹത്തിന് ഞാൻ വീട്ടമ്മയായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ ആഗ്രഹം അങ്ങ് വിട്ടത്. ഹസ്ബൻഡിന്റെ പേരെന്താണെന്നാ പറഞ്ഞേ? കൃഷ്ണൻ വക്കീലേ. പൊന്നോട്ടുകരയാണോ വീട്? അതെ. ചേച്ചിക്ക് കൃഷ്ണൻ വക്കീലിനെ അറിയോ? ഇവനെ ഞാൻ നേരത്തെ കണ്ടു എന്ന് പറഞ്ഞില്ലേ? ഇപ്പം പിടികിട്ടും. ഇവന്റെ അതേ ചായ കൃഷ്ണൻ വക്കീലിന്. എങ്ങനെയാ കൃഷ്ണൻ വക്കീലിനെ പരിചയം? ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചു. ഏയ്, അത് കൊള്ളാം. അങ്ങനെയാണെങ്കിൽ അത് ഞാൻ അറിയാതിരിക്കത്തില്ലല്ലോ. അഭിനയിച്ചായിരുന്നു, ഒരു ചെറിയ സീനിൽ അഭിനയിച്ചായിരുന്നു. ഒരു ചെറിയ സീനിൽ അഭിനയിച്ച ആളെ അങ്ങനെ എത്രയോ ഓർത്തിരിക്കുന്നത്? അത് അഭിനയിച്ചപ്പോ ഒത്തിരി പ്രാവശ്യം തെറ്റിച്ചു കാണും. ചോദിച്ചിട്ടോ? പിന്നീട് എന്നും എന്നെ വിളിക്കുമായിരുന്നു. അല്ല, അച്ഛൻ കല്യാണം കഴിച്ചതിന് മുമ്പാണോ അഭിനയിച്ചത്? കല്യാണം കഴിച്ചതിന് ശേഷം. ഇത് ഞാൻ വിശ്വസിക്കത്തില്ല. അങ്ങനെ ഒരു സിനിമാഭിനയ മോഹമൊന്നും കൃഷ്ണൻ വക്കീലിനില്ലായിരുന്നു. പിന്നെ തന്നെയല്ല, എന്നോട് ചോദിക്കാതെ കണ്ട് പുറത്തോട്ട് ഇറങ്ങാറില്ല. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇഷ്ട സിനിമകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, കാണിച്ചു. കാണാൻ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ്.
എന്നാ എനിക്ക് തരൂ. കൊണ്ടുപോയി കുടിക്കും തരുന്നു. ഇപ്പൊ കാണിച്ചു തരാം. ദാ. ലക്ഷ്മി ഉറങ്ങിയ ഉറങ്ങി. ഇതുവരെ അമ്മാവൻ ഇപ്പൊ വരുമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പാതിര കഴിഞ്ഞല്ലോ. ഇതുവരെ ജോലി ഉണ്ടായിരുന്നു. എന്താ ഉറങ്ങാത്തെ? വരാഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഒരു തുണ. ഉണ്ടോ? ഇല്ല. എന്താ ഉറങ്ങാത്തെ? വരാഞ്ഞിട്ട്. അമ്മയുടെ പ്രഷറിന്റെ ഗുളിക എടുത്തായിരുന്നോ? ഇല്ല. എന്നാ ഇപ്പൊ താഴെ പോകും. ഇത് തന്നെയല്ലേ കൃഷ്ണൻ വക്കീല്? അയ്യോ ആന്ന് അച്ഛൻ കലക്കി. അമ്മേ, ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഞങ്ങളുടെ ഡാഡിക്ക് ഒരു ചാൻസ് മേടിച്ചു കൊടുക്കോ? ഓ പിന്നെന്താ, പാട്ട് എഴുതാനും കൂടെ. അപ്പൊ ഉള്ള ചാൻസ് പോകും. ആനന്ദ കണ്ണീരാ അച്ഛൻ്റെ ആക്ടിങ് കണ്ടിട്ട്. പാവം, ഒത്തിരി സന്തോഷമായി. ഞാൻ ഇപ്പൊ വരാവേ. ഞാനൊരു കവിത പാടട്ടെ, എൻ്റെ ഒരു കവിത. പാടട്ടെ. അസ്പൃഷ്ട സോപാന മസ്തിഷ്ക രോഗങ്ങൾ രക്താർബുദങ്ങളായി മാറും. എല്ലാം മനസ്സിലായോ? ഇത് തന്നെയാ ഞങ്ങളുടെ അവസ്ഥ. എന്താ അമ്മ ഇത്? ആ കബീർ പൊന്നമ്മ അമ്മ എന്ത് വിചാരിക്കില്ല? എന്നാലും ആ കൃഷ്ണൻ വക്കീൽ സിനിമയിൽ പോയി അഭിനയിച്ച കാര്യം ഇത്രയും നാളായിട്ടും എന്നോട് പറഞ്ഞില്ലല്ലോ. എന്നാലും ഒരു വാക്ക് പോലും പറയാതെ അച്ഛൻ പോയി സിനിമയിൽ അഭിനയിച്ചില്ലേ? ദുഷ്ടൻ. രാത്രി കിടക്കാൻ നേരത്തെ എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു. നിന്നെ മാത്രമേ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ, നീ അല്ലാതെ ഒരു പെണ്ണിന്റെ മുഖം പോലും ഞാൻ കണ്ടിട്ടില്ല. എന്തൊക്കെ പറഞ്ഞതാ എന്നെ. പതുക്കെ കരയും, ഉറക്കെ കരയില്ലേ? ഇല്ല, അവര് കേൾക്കും. വിശ്വസിച്ച് പോയി മോളെ ഞാൻ ആ കള്ളനെ. ഏത് കള്ളനെ? ആ കള്ള വക്കീലിനെ. എനിക്ക് സിനിമയിൽ അഭിനയിക്കാനും പാട്ട് എഴുതാനും ചാൻസ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു പൊന്നമ്മ. കള്ള വക്കീലിന്റെ മോമം കൊണ്ട് നടക്കുന്നവൻ കൺമട്ടൊന്നും. കേറി പോ, നിങ്ങളുടെ മുഖം കാണുന്ന പ്രശ്നം. മറ്റേ അമ്മച്ചി ഈ അമ്മച്ചിയെ ചോറ് തിന്നാൻ വിളിക്കുന്നു. നല്ല പായസം ഉണ്ട്, ഗുമുവാന്ന മണം വരുന്ന അടുക്കളയെന്ന്. നേരത്തെ കിട്ടിയായിരുന്നു, താമസിച്ചു പോയി. അവർക്ക് വേണ്ട അമ്മ കഴിക്കാൻ പാ. കുട്ടി കാര്യമില്ല. അമ്മേ വാ അമ്മേ. എനിക്ക് വേണ്ട. നാണക്കേടാ അമ്മേ. അമ്മ കഴിക്കണ്ട, വെറുതെ ഇരുന്നാ മതി. എങ്കിലും അവിടെ ഒന്നും ഇരിക്ക്. നിനക്ക് വേണ്ടി ഞാൻ കൂടെ വരാം. ശരി വാ. വിളമ്പി കൊടുക്ക്. അപ്പൊ എനിക്ക് തിന്നണ്ടേ? അത് കഴിഞ്ഞിട്ട് കഴിച്ചാൽ ഇതെന്നെ ഒരു ഇടപാടാണ്. എനിക്ക് വിഷമമുള്ളതല്ലേ? കഴിക്കാത്ത എന്താ? കഴിക്കൂ.
പൊതുവെ കഴിക്കാൻ സ്ലോയാ എനിക്ക് വേണ്ട. ഓ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങളുടെ കൃഷ്ണൻ വക്കീല് കൂടെ കൂടെ എന്നെ വിളിച്ചിരുന്നത് എന്തിനാണെന്ന് അറിയാവോ? ഹലോ, നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് വാങ്ങിത്തരാം. ഒരു മീൻ പുറത്തോടെ ഉണ്ടായിരുന്നു, നല്ലായിരുന്നു. സദ്യക്കോ?